ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ സൈക്കിൾ ഉപദേശി എന്ന പേരിൽ അറിയപ്പെടുന്ന CB ഫിലിപ്പോസ് ഉണ്ട്. അദ്ദേഹത്തെ ഉപദേശി എന്നും ഇവാഞ്ചലിസ്റ്റ് എന്നും പാസ്റ്റർ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ അദ്ദേഹം വല്ലാതെ ഒരു ക്ഷീണാവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. ഒന്നും കഴിക്കാറൊന്നുമില്ലേ? കഴിക്കാറുണ്ട്. ഉണ്ട്. എത്ര നേരം കഴിക്കും? 2 നേരം കഴിക്കും. 2 നേരം കഴിക്കാറുള്ളൂ? അതിനെ 2 നേരം ആക്കി? 2 നേരം ധാരാളം മതി ഒരു മനുഷ്യന് ആവശ്യത്തിന്. ഏലിയാവിനെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം 2 നേരമല്ലേ കഴിച്ചുള്ളൂ. ഏലിയാവ് 2 നേരം. അതൊരു കാക്കയുടെ ചുണ്ട കൊള്ളാവുന്നത്. മനസ്സിലായി. അപ്പൊ അത് വെച്ചാണ് 2 നേരം ആക്കിയത്. അതെ. അതുകൊണ്ട് നമുക്ക് ഗസ്റ്റോ വല്ലതും വന്നാൽ 3-4 നേരം കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഓക്കെ. അല്ലാതെ ആഹാരം ഇല്ലാത്തതുകൊണ്ടല്ല, ആഹാരം ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ചെറിയ കൃഷി ശാഖ സ്ഥലത്ത്. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ ഒരു അഭിമുഖം പാസ്റ്ററുടെ ഇത് ചെയ്തായിരുന്നു. അന്ന് ഈ കിണർ കുത്തുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. കിണർ കുത്തി വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. പകുതി കുത്തിയപ്പോൾ പാറയായിപ്പോയി. എന്നെ പായസം വെച്ച് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. പായസം വെക്കാൻ പറ്റിയില്ല. കാരണം പായസം ഇതുവരെ വെച്ചില്ല. അല്ല, അതിന്റെ കാര്യം എനിക്കും ഷുഗർ, എന്റെ സ്നേഹിതന്മാർക്ക് എല്ലാവർക്കും. എനിക്ക് ഷുഗർ ഇല്ലല്ലേ? ഇല്ല. ഓഹോ, എന്നാ നമുക്ക് വെക്കാം. ഓക്കെ. എനിവേ, കിണർ കുത്തി വെള്ളം കണ്ടു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് കിണറിന് കുത്താൻ കിട്ടിയ പണം വേറെന്തോ ആവശ്യത്തിന് ഉപയോഗിച്ച കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പിന്നെ ദൈവം സഹായിച്ച് കിണർ കുത്താൻ കാശ് കിട്ടി, കിണർ കുത്തി. ഓക്കെ, വളരെ സന്തോഷം. പിന്നെ ഒരു തളർന്നിരിക്കുന്ന പോലെ തോന്നുന്നല്ലോ, എന്തു പറ്റി? അത് സാറിന് തോന്നുമായിരിക്കും. ഓക്കെ. ഈ തളർന്നിരിക്കുന്നതിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. എത്ര പാട്ട് മൊത്തം എഴുതിയിട്ടുണ്ട്? 150 പാട്ട് എഴുതിയിട്ടുണ്ട്. 150 പാട്ട് എഴുതിയിട്ടുണ്ട്. തളർന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള പാട്ട്. തളർന്ന് എങ്ങനെയാ അത് പാചകം? തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന ദൈവം. തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന ദൈവം. അതൊന്ന് പാടിക്കേ. തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന ദൈവം, തലനാരിഴ പോലും കാക്കുന്ന താതൻ, കരളിൻ്റെ വേദന അറിയുന്ന കാന്തൻ, കരയുന്നവരുമൊത്തു കരയുന്നൊരീശോ. കർത്താവേ, നീ നല്ല വൈദ്യൻ, മരുന്നും നീ തന്നെ. കരുണാമയനെ, നിന്റെ കരമൊന്നു തൊടുക. നീ തൊട്ടോരും നിന്നെ തൊട്ട രോഗികളെല്ലാരും സുഖമായതെനിക്കു ബലം നൽകും സാക്ഷ്യം. കടുകോളം വിശ്വാസം നിൻ ഉള്ളിൽ വ്യാപരിച്ചാൽ കാട്ടത്തി പോലും കടൽ മേലെ നിൽക്കും. മലകളുമാറും പാമ്പും തേളും കാൽ കീഴിൽ അമരുന്നൊരത്ഭുതം വിശ്വാസത്താൽ കാണാം. സങ്കടങ്ങൾ മാറും, വേദനകൾ തീരും, കണ്ണുനീരോ അവൻ തൻ്റെ കരം കൊണ്ടു തുടയ്ക്കും. വിശ്വാസത്തിൻ വാക്കുകൊണ്ടു ആശ്വാസം നൽകിയിടാൻ വിശുദ്ധന്മാർക്കല്ലാതെ ആർക്കാണു സാധ്യം? സ്തുതി 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 സ്തോത്രം, ഹല്ലേലൂയ. അതു തന്നെ നിന്റെ സൗഖ്യത്തിൻ്റെ താക്കോൽ. ഗംഭീരമാണ്. ഇത് ആരാ സംഗീതം ചെയ്ത്? ഞാൻ തന്നെ. വേറെ ആരായിരിക്കും വേണ്ടി സംഗീതം ചെയ്യാൻ വല്ലവരും വരുമോ? കാശ് കൊടുക്കണ്ട. ഇത് വല്ല റെക്കോർഡ് ചെയ്യുമോ? സത്യത്തിൽ ഇതിന്റെ സംഗീതം എൻ്റെതല്ല, ഒരു അറബി സംഗീതമാണ്. ബംഗാളി. അത് ഞാൻ എൻ്റെ സുവിശേഷ സൈക്കിൾ യാത്രയിൽ ഞാൻ ആസാമിലേക്കുള്ള യാത്രക്കിടയിൽ ഈ റെയിൽവേ ലൈനാണ് ഇങ്ങനെ ബോർഡറായിട്ട് കിടക്കുന്നത്. അപ്പോൾ അപ്പുറം ഏതാണെന്നും നമുക്ക് പിടിയില്ല. അങ്ങനെ അപ്പുറത്തെ സ്ഥലത്തേക്ക് ഞാൻ പോയി. അങ്ങനെ ബംഗ്ലാദേശായിരുന്നു. ആ ബംഗ്ലാദേശിൽ കൂടെ 3-4 ഗ്രാമങ്ങൾ ഞാൻ കവർ ചെയ്തു. എന്നോട് പറഞ്ഞ ഈ സൈക്കിൾ യാത്ര ചെയ്യാണ്, ഇന്ത്യ മുഴുവൻ സൈക്കിൾ യാത്ര ചെയ്തു, അതെനിക്കറിയാം. അപ്പൊ അങ്ങനെ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ ആസാമിൽ കൂടെ പോകുമ്പോൾ ആസാമിലേക്കുള്ള വഴി ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്ന റെയിൽവേ ലൈൻ, അതാ ബോർഡർ. അപ്പൊ ഇപ്പുറത്തെ ചന്തയിലേക്ക് അപ്പുറത്തുള്ളവരെല്ലാം വന്ന് സാധനം മേടിച്ചൊക്കെ പോകുമ്പോൾ അവിടെ കാവലോ നോട്ടുമോ അതൊന്നും ഇല്ല. ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കയറും, ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട്
പോകും. പിന്നെ അവിടെ ലീഗലായിട്ട് ഈ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്ത് വിടുന്നത് കൽക്കട്ടയിൽ നേരെ ഡാക്കയിലേക്കുള്ള ഹൈവേ ഉണ്ട് വഴി. അതിലെ പോയ ചെക്കിങ്ങും നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ പോലെ നേരെ വഴിയെ പോയാൽ ടിക്കറ്റ് ചോദിക്കും. ഈ പുറത്ത് ഏത് വഴിയെ വന്നാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ് അവിടെ ചെന്നപ്പോ ഈ യൗവനക്കാർക്ക് എന്നോട് വലിയ സ്നേഹം തോന്നി. അല്ല ഈ എന്നിട്ട് ഈ നമ്മൾ ഈ ബോർഡർ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് ആൾക്ക് പ്രശ്നമൊന്നുമില്ല അവിടെ. എന്നാ പ്രശ്നം? എന്നെ കണ്ട എങ്ങോട്ട് സായിപ്പിന്റെ കൂട്ടാണ്, ബംഗാളിയെ പോലെ ബീഹാറിയെ പോലെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ കണ്ടവരോടൊക്കെ അസ്സലാമലൈക്കും അവരെന്നോട് അസ്സലാമലൈക്കും പറഞ്ഞു. ഞാൻ അവർക്ക് അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തഹു എന്ന് പറഞ്ഞു. അതാ അതിന്റെ ഫുള്ള്. അപ്പോൾ അവർ വിചാരിക്കും ചെറിയ ആളല്ല, മുഴുവൻ പറയുന്ന ആളാണല്ലോ. സ്നേഹത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ചെന്നു. അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് ലഘുലേഖയൊക്കെ കൊടുത്തു. അവരുടെ ഗ്രാമത്തിൽ എന്നെ താമസിപ്പിച്ചു. 2 ഗ്രാമങ്ങളിൽ രാത്രിയിൽ താമസിക്കാൻ. അപ്പോൾ അവർക്കൊരു സ്വഭാവമുണ്ട്, ഈ വൈകിട്ട് ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടിയിരുന്ന് പാട്ട് പാടും. അപ്പോൾ നല്ല ഭക്ഷണം തന്നു, ചോറും ഇറച്ചിയുമാണ്. അത് കഴിച്ചു. കഴിപ്പെല്ലാം കഴിഞ്ഞ് പാട്ട് പാടിയിരുന്നു കൊടുത്ത് അവർ പാടി കൊടുത്ത് എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു, നമ്മുടെ ഭാഷ. ഞാൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവനുള്ള പാട്ട് പാടി. അവരെല്ലാം കൈയടിച്ചു. അത് കഴിഞ്ഞ് അവർ പല പാട്ട് പാടിയതിനകത്ത് ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിൽ, അതിൻ്റെ ട്യൂണ് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെയാണ്: അമി ഗുണകാരു മൗലാദുമിദായലോഷീം തുമിദായലോഷീം മുഹമ്മദ് തുമിയോഗോഹോ ഖുദാറോ പിയാരാ അമിനമായിരുന്നു. അങ്ങനെയാണ് അതിന്റെ ട്യൂൺ. അപ്പോൾ എനിക്ക് ഈ ട്യൂൺ അങ്ങ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ട്യൂൺ മൂളിക്കൊണ്ട് അതിൻ്റെ എൻ്റെ യാത്ര മുതൽ അങ്ങനെ നമ്മൾ ഈ ബംഗ്ലാദേശിൽ കയറിയിട്ട് അവിടെ എത്ര ദിവസം താമസിച്ചു? അവിടെ ഒരു 3-4 ദിവസം താമസിച്ചു. 3-4 ദിവസം താമസിച്ചു. അപ്പം ഈ യാത്രക്കിടയിൽ സൈക്കിളിൽ ബംഗ്ലാദേശിൽ കൂടെ പോയി തിരിച്ചു പോകുന്നു. വേറൊരു വഴി തിരിച്ച് ഇന്ത്യയിലേക്ക് ഇറങ്ങി. ഇപ്പൊ ബംഗ്ലാദേശ് വലിയ പ്രശ്നം നടക്കാന്നറിയാവോ? അറിയാം. വാർത്തയൊക്കെ കാണുന്നുണ്ട്. അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. അന്ന് ഈ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ ഈ ബോർഡറൊക്കെ ക്രോസ് ചെയ്തായിരിക്കും ഈ ബംഗാളികളെല്ലാം ഇങ്ങോട്ട് ബംഗ്ലാദേശികൾ ഈ ഇല്ലീഗലായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നത്. അതിപ്പോ എല്ലായിടത്തും സൗകര്യം ഉള്ളിടത്തേക്ക് പാവപ്പെട്ടവർ പോകുമല്ലോ. മെക്സിക്കോയിൽ നിന്നൊക്കെ അങ്ങോട്ട് അമേരിക്ക പോകുന്നൊക്കെ ഓക്കെ. അവിടെ ട്രംപ് എല്ലാം മതിൽ കെട്ടി സുരക്ഷിതമാണ്. നമ്മുടെ വിഷയം എല്ലാവരും എന്തെങ്കിലും ചെയ്യട്ടെ. ഓക്കെ. ഇനിയിപ്പം ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞത്, പാട്ടിന്റെ ഈ ട്യൂൺ അന്നേരം അവിടെ വെച്ച് കിട്ടിയതാ. അത് കഴിഞ്ഞ് വരികൾ എങ്ങനെ കിട്ടി? വരികൾ കിട്ടിയത് ഇങ്ങനെ ട്യൂൺ മൂളിപ്പോരുമല്ലോ. ഞാൻ കൽക്കട്ടായി വന്നിട്ട് തിരിച്ച് ആസാമിലൊക്കെ പോയി തിരിച്ച് കൽക്കട്ടായി വന്നിട്ട് ബീഹാറിലെ റാഞ്ചിയിലേക്കുള്ള വഴി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പനി പിടിച്ചു. ബീഹാറിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് പനി പിടിച്ചെങ്കിലും ആ പനിയെ ഞാനത്ര കാര്യമാക്കിയില്ല, അവഗണിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പനി കണ്ടമാനം കൂടി. ഒരു പകൽ സമയം ഒരു 10-11 മണിയായപ്പോൾ ഞാനൊരു റോഡ് സൈഡിൽ കെട്ടിയ ഒരു മരത്തിൻ്റെ ചോട്ടിൽ, ചോട് കെട്ടിയ ഒരു മരത്തിൻ്റെ ചോട്ടിൽ അവിടെ കയറിയിരുന്നു. വളരെ ക്ഷീണിച്ച് അന്നാണ് തളർന്നിരുന്ന സന്ദർഭം, വളരെ തളർന്നു. അപ്പം എൻ്റെ ചിന്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചത്തുപോകും ഞാൻ. വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, വിശ്വാസികളില്ല. അപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവൻ്റെ ഹൃദയത്തിലൊരു ചിന്ത തന്നു. 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിന് വേണ്ടി ദൂരങ്ങളിൽ പോയവര് അവരും ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയായിരുന്നു. അങ്ങനെ ലക്ഷ്യബോധത്തോടെ ഒന്നും പോയതല്ല. ലക്ഷ്യമുണ്ട്, സുവിശേഷം അറിയിക്കുക എന്നുള്ളത്, അല്ലാതെ പോക്കിനൊരു ലക്ഷ്യബോധമൊന്നും ഇല്ലായിരുന്നു. തിരിച്ചവരുടെ വീട്ടിലേക്ക് ചെല്ലുകയോ, ഇടയ്ക്ക് അവർക്കും ഇതുപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അവരാ പോയ വണ്ണിലൊക്കെ മരിക്കുകയായിരുന്നു. അതുകൊണ്ട് അതൊന്നും ഭാരപ്പെടണ്ട എന്നുള്ള ഒരു ദൈവിക ആത്മാവിൻ്റെ ദൂതൻ്റെ ഹൃദയം കിട്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ട്യൂണും 2 വരിയും വന്നത്: തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന ദൈവം. കേട്ടോ, ഞാനപ്പോൾ പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോവിൻ്റെ മക്കള് ധാന്യം കൊള്ളാൻ പോയതും തിരിച്ചു വന്നപ്പോൾ അവർ സത്രത്തിൽ വിശ്രമിച്ചപ്പോൾ കഴുതയ്ക്ക് കൊടുക്കാനായിട്ട് ചാക്കഴിച്ചപ്പോൾ ഇത് കണ്ടതും അവിടെ എഴുതിയേക്കുന്ന അവൻ തളർന്നു പോയി എന്നാണ്. അവൻ അങ്ങ് കിടിലം കൊണ്ടുപോയി. ആ നെഗറ്റീവ് എനർജി സഹോദരന്മാർക്ക് കൊടുത്തപ്പോൾ അവരും തകർന്നു പോയി. അവിടുന്ന് അപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സകലതും എനിക്ക് പ്രതികൂലം, സകലതും എനിക്ക് പ്രതികൂലം, തളർച്ച പോയി. ഇച്ചിരി കഴിയുമ്പോൾ പുള്ളി പറയുന്നു എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലാക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പം രംഗം മാറുകയാണ്. എന്താണ്? ഫറവോൻ അയച്ച രഥം കാണുമ്പോൾ ഇദ്ദേഹത്തിന് പുതിയ ചൈതന്യം വന്നു. അപ്പൊ തളർന്നിരിക്കുന്നവനെ ചൈതന്യപ്പെടുത്തുക. ഇനി ആ 4 സ്റ്റാൻസ് ഒന്നുകൂടെ പാടിക്കേ, അല്ല ആദ്യത്തെ സ്റ്റാൻസ് ഒന്നുകൂടെ പാടിക്കേ, കാരണം അന്നേരം കുറച്ചുകൂടെ മനസ്സിലാവും. തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന ദൈവം, തലനാരിഴ പോലും
കാക്കുന്ന താതൻ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ ഈ കുഞ്ഞിനെക്കുറിച്ച് ഗർഭിണിയായ ദിവസം വരെയുള്ള ഡീറ്റെയിൽസ് തള്ളക്കറിയാം, വല്യമ്മയ്ക്കറിയാം, അപ്പനറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം. ഇനി കുടുംബ ഡോക്ടറെ കാണിക്കുന്നെങ്കിൽ അയാൾക്ക് ഈ കൊച്ചിൻ്റെ അകത്തെ എല്ലാ കാര്യവും അറിയാം. പക്ഷെ ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ഈ കൊച്ചിൻ്റെ തലയിൽ എത്ര മുടിയുണ്ട്. അതുവരെ നമ്മുടെ കർത്താവ് അറിയുന്നു. സ്വോത്രം ഹല്ലേലൂയ. അവിടെ വെച്ച് ദൈവാത്മാവ് ആശ്വസിപ്പിക്കുന്ന വാക്കാണത്. പിന്നെ കരളിൻ്റെ വേദന, കരളിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഒരു വാക്കുമില്ല. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ അതിതീവ്രമായ വേദനകൾ കരളിനെ ബാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കർത്താവ് അറിയുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കണേ ഒത്തിരിയുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല, പോട്ടെ. അപ്പോൾ അങ്ങനെ ലാസറിൻ്റെ കല്ലറയൊക്കെ കരഞ്ഞു. ഇതൊക്കെയാണ് അതിൻ്റെ സന്ദർഭങ്ങൾ. അപ്പോൾ അങ്ങനെ ആ പാട്ട് പാടി പെട്ടെന്ന് ഞാൻ വയ്യായെങ്കിലും പേപ്പർ എടുത്തു, ഈ തളർന്നിരിക്കെ തന്നെ വരികൾ എഴുതി. പിന്നെ എൻ്റെ യാത്രയിലൊക്കെ എത്ര 25 വർഷത്തിൽ കൂടുതലായി ഈ പാട്ട് വന്നു. പക്ഷേ ഞാൻ പലരോടും പാടുമ്പോൾ ആരും ഒരു പ്രോത്സാഹനം തന്നില്ല. പക്ഷേ എനിക്ക് ധൈര്യം കിട്ടിയത് ഈ അടുത്ത കാലത്ത് 40 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടുണ്ട്. അതേത് പാട്ടാ? അത് ജയത്തിനേതു കുതിരയും വ്യർത്ഥമാകുന്നു. അതിൻ്റെ സന്ദർഭം ഞാൻ ആദ്യമായിട്ട് ഒരിടത്തൊരു പ്രവർത്തനത്തിന് പോയി, പാസ്റ്ററൽ പ്രവർത്തനത്തിന്, സഭാപ്രവർത്തനത്തിന്. അവിടെ എനിക്ക് കിട്ടിയ ആളുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആളുകളായിരുന്നു. എനിക്കറിവും ഒരു സ്റ്റാൻഡേർഡൊക്കെ കുറവാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആളുകൾ. ഒരു വിശ്വാസി, അദ്ദേഹത്തിന് എൻ്റെ പ്രായമേ എന്നുള്ളൊരു 10-30 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഒരു വലിയ ഗവൺമെൻറ് ഓഫീസിലെ സീനിയർ അക്കൗണ്ടൻ്റാണ്. അദ്ദേഹത്തിന് ഒരു വലിയ പ്രയാസം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഒത്തിരി ഹരാസ് ചെയ്തു. അപ്പോൾ ഇയാൾ യൂണിയൻകാർ പല ആളുകൾ കൂടി അപ്പം മന്ത്രി തലത്തിൽ ഇടപെട്ട അയാളോടൊന്ന് സംസാരിക്കാൻ. അതങ്ങനെ നിൽക്കെ തന്നെ അയാൾ ഒരു തീരുമാനമെടുത്ത് ഈ ജോലി അങ്ങ് രാജിവെക്കണം. ഒന്നാന്തരം ജോലിയല്ലേ, 2 കൊച്ചു പിള്ളേരും, ഭാര്യയാണെങ്കിൽ PWD എഞ്ചിനീയറോ ഏതാണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം ഒരു വൈകുന്നേരത്തിനോട് പറഞ്ഞു, ഭാഷ ഞാൻ ഇന്നോലൊരു തീരുമാനം എടുത്തു. ഭാഷ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഇച്ചിരൂടെ സഹിക്കുക, നാളെ രാവിലെ ഞാൻ ദൈവാലോചന പറയാമെന്ന്. അത്രയും പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാക്യമാണ് 33-ാം സങ്കീർത്തനത്തിൻ്റെ 16-17. സൈന്യബോധത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം വീരനെ രക്ഷിക്കുന്നില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. പിന്നെ ഒരു വാക്യം കൂടെ കിട്ടി എനിക്ക്, ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും യഹോവയ്ക്ക് വഴിയുണ്ട്. നഹു 1:3. അപ്പോൾ ഇത് രണ്ട് പാട്ടായി മാറി പിന്നീട്. അങ്ങനെ ആ പാട്ടുണ്ടാകുന്നു. ഞാൻ അദ്ദേഹത്തോട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, സാറേ ദൈവാലോചന ഇതാണ്, സാറ് ചെന്ന് 7 ദിവസത്തെ അവധി എടുക്കുക. എടുത്തിട്ട് വീട്ടിലൊന്നും പറയേണ്ട, 7 ദിവസം നമുക്ക് ഉപവസിക്കാം. സാറ് എൻ്റെ വാടക വീട്ടിൽ വരിക, നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന പോലെ ഇങ്ങ് വരിക, നമ്മൾ 5 മണി വരെ പ്രാർത്ഥിക്കാൻ പോകുക. വൈകിട്ട് സാറിന് കഴിച്ചോണം, ഞാൻ കഴിക്കത്തില്ല. 7-ാം പക്കം ഞായറാഴ്ച ആരാധനയും കഴിഞ്ഞ് 8-ാം തീയതി രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ ഈ മേലുദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ വിളിക്കുന്നു. മാത്യൂസേ, എൻ്റെ ഭാഗത്ത് അതായത് ആളെ വിട്ട് വിളിപ്പിച്ച് അവിടെ ചെന്നു, ഞാൻ നിങ്ങളോട് എന്തൊക്കെയോ മോശമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, എനിക്ക് വളരെ പ്രയാസമുണ്ട്, ഈ ആഴ്ചയിൽ എനിക്ക് ട്രാൻസ്ഫറാണ്. സ്വത്രം കണ്ടോ ദൈവപ്രവൃത്തി. ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന്, ഇത് 40 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞ് അതും അതിനടുത്ത ഒരു 2 ലൈനും കൂടി ഈ കൂട്ടത്തിൽ പാടി. പിന്നെ കുറേ നാളത്തേക്ക് പാട്ടൊന്നുമില്ല. പിന്നെ ഞാനൊരു സഭയിൽ ചെന്നു, ട്രാൻസ്ഫറായി. അവിടെ സ്നാനം നടക്കുന്നില്ല. 2 കൊല്ലമായിട്ട് ഒരാൾ സ്നാനപ്പെടുന്നില്ല. അതൊരു മോശമാണല്ലോ. അപ്പോൾ എനിക്കതിലൊരു പ്രയാസം. ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ 40 ദിവസത്തെ ഉപവാസം എടുക്കാൻ ദൈവാത്മാവിനോട് പറയും. 40 ദിവസത്തെ ഉപവാസം എടുത്തപ്പം ആളുകൾ, വിശ്വാസികളോട് ചോദിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ ചുറ്റുപാടുള്ളവരെല്ലാം വന്നു, പല ഉപദേശിമാരെ വിളിച്ച് അവരെല്ലാം വന്നു. വൈകിട്ട് ശുശ്രൂഷിക്കും, പകൽ ഞാൻ തന്നെ ശുശ്രൂഷിക്കും. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോൾ 40 പേര് സ്നാനപ്പെട്ടു. ഇന്ന് വരെ ആ സഭയുടെ ചരിത്രത്തിൽ 40 പേര് ഒന്നിച്ച് സ്നാനപ്പെട്ടു. അത് പിന്നെ പറയാം, കാരണം എന്താ വെച്ചാൽ ഇപ്പം പറയണ്ട. അതെനിക്ക് ഇത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞില്ല. കൂടുതൽ ദൂരമൊന്നുമല്ല, കോട്ടയത്താ, ഒത്തിരി ദൂരമൊന്നും അല്ല. അല്ല പാസ്റ്റർ, ഫിലിപ്പോസ് ഉപദേശി, സൈക്കിൾ ഉപദേശി, ഇതൊക്കെ പൊതുവെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പാസ്റ്റർ എന്നൊക്കെ ആളുകൾ സന്തോഷം കൊണ്ടങ്ങ് വിളിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. ശരിക്കും പാസ്റ്റർ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു, സഭാ ശുശ്രൂഷ ചെയ്തു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ചോദിക്കട്ടെ, ഇപ്പം എത്ര കാലമായി സഭാ ശുശ്രൂഷ വിട്ടിട്ട്? വിട്ടിട്ട് ഒത്തിരി കാലമായി. നമ്മൾ ഈ സൈക്കിളിൽ വേണ്ടിയിട്ടാണ് മറ്റേതെല്ലാം വിട്ടു. അതാണ് നമുക്കിപ്പോൾ ഒത്തിരി കാലത്തെ, നമുക്കൊരു 10-35 കൊല്ലത്തെ ഈ സൈക്കിൾ അനുഭവമാണുള്ളത്. ഇപ്പോഴും ആരോഗ്യം ഉണ്ടായിരുന്ന അത് തന്നെ ചെയ്തോട്ടെ, ഞാൻ നടത്തിയത്. അപ്പോൾ ഈ സൈക്കിളിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞ് പിന്നെ
അങ്ങനെ ഒരു ഇന്ത്യ സഞ്ചാരമൊക്കെ തീരുമാനിച്ച് പിന്നെ സഭാ ശുശ്രൂഷ പിന്നില്ല. ഇപ്പം ഈ ആളുകൾ പാസ് എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, ഉപദേശി എന്ന് വിളിക്കുന്നതാണോ, ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കുന്നതാണോ, ഏതാ ഇഷ്ടം? എന്ത് വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിളിയിലല്ല. ചിലർ ആളുകളെ സാറേ എന്ന് കളിയാക്കി വിളിക്കുമല്ലോ, അതിനകത്ത് കാര്യമില്ലല്ലോ. ബഹുമാനത്തോടുകൂടി ഇടവുക നീ എന്ന് വിളിച്ചാലും അതിനകത്തൊരു വലിയ സന്തോഷം. പക്ഷേ എനിക്ക് ഉപദേശി എന്ന് വിളിക്കാൻ കൂടുതൽ ഇഷ്ടം. കാരണം ഉപദേശി എന്ന് പറഞ്ഞാൽ ഗുരുവെന്ന്. അത് ശരിയാ, ഉപദേശിക്കുന്ന ഗുരുവാണ്. പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടയൻ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ദൈവികമാകുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്, ഒന്നും ചെറുതല്ല. അങ്ങനെയാണ്. ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കുന്നത് വേദപുസ്തകത്തിലുള്ളതല്ലേ. ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പോസാണ്, അതറിയാമോ? അറിയാം. പിന്നെ വിളമ്പുകാരനായിരുന്നു ആ പേര്. അതെ, വിളമ്പുകാരനായിരുന്നു, അവിടുന്ന് പോയി ഇവാഞ്ചലിസ്റ്റ് ആകുന്നു. ആ പേര് തന്നെ എനിക്ക് നമ്മൾ അറിയാതെ തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ആദ്യത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഫിലിപ്പോസ്. ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട് ഫിലിപ്പോസിനെ കുറിച്ച്. ഫിലിപ്പോസ് എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാമോ? ഫിലിപ്പോസ് എന്നുള്ളതിൻ്റെ അർത്ഥം കുതിരകളുടെ സ്നേഹിതൻ. അതെന്തുവാ? ഫിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണല്ലോ. പോസ് എന്ന് പറഞ്ഞാൽ കുതിരന്ന്. ഫിലിപ്പോസ്. അതിനകത്തും ഒരു സംഗതി ഉണ്ട്. ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺ കുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. ആരെ? സഭയെ. സ്വോത്രോ. അപ്പം അത് മോശമല്ല. എന്തായാലും അതൊക്കെ ദൈവം അങ്ങനെ തന്നു. പിന്നെ ഈ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്. നേരത്തെ EVA ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ജീവിതത്തിൽ 1980 മുമ്പ് നിങ്ങൾ കണ്ടെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ എവിടെയെങ്കിലും തെണ്ടിക്കൊണ്ട് വന്നാലും നിങ്ങൾക്ക് തരാം ഞാൻ. ഒന്ന് കാണിച്ചാൽ മതി. കൈയൊന്നും വേണ്ട, 80 മുമ്പത്തെ ഒരെണ്ണം കാണിച്ചാൽ മതി. ഒരു ലോകത്തിൽ ഇതിന് ശേഷമേ ഉള്ളൂ. എന്ത്? EVG എന്നല്ലേ എല്ലാത്തിനും? അല്ല, EVA എന്നാണ്. കാലഘട്ടം, ലോക കാലഘട്ടം മുഴുവൻ അത് തന്നെയാണ്. ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട്. EVA ആണ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ പുരാതന രൂപം, ഷോർട്ട് ഫോം. അല്ല, EVG ഞാനാണൊന്ന് ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. EVG എന്ന് പറഞ്ഞാൽ എവങ്കേലിയനിസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു സൗകര്യപ്രദമായ സംഗതി. EVGയുടെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 14 വരുന്നത്. അപ്പം 14ന്റെ സംഖ്യ 5 ആണ്. മനസ്സിലായോ? എൻ്റെ പേരിൻ്റെ ഏത് ഭാഗം എടുത്താലും 5 വരുന്നത്. ന്യൂമറോളജി ഒക്കെ പഠിച്ചു വെച്ചില്ല. ന്യൂമറോളജി ഞാൻ എങ്ങോന്നോ ഒരു പുസ്തകം ചെറുതായിട്ട് 12 വയസ്സേക്ക് എറണാകുളം ബ്രോഡ്വേ കൂടെ നടന്നു പോയപ്പോൾ പഴയ പുസ്തകം വയ്ക്കുന്നതൊന്നും കിട്ടി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ എന്നോട് ഇതൊന്നും നമ്മുടെയല്ല, ഞാൻ മാറ്റി വെച്ചു. പിന്നാണ് ജി സുശീലൻ സാറിൻ്റെ ഒരു പുസ്തകം ഇറങ്ങി, വേദപുസ്തകത്തിലെ സംഖ്യാശാസ്ത്രം. അത് കിട്ടിയപ്പോൾ അത് വെച്ച് ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ടുള്ള അങ്ങനെ അതിന് ശേഷമാണ് ഈ EVG വന്നത്. അതിനു മുമ്പ് ലോകത്ത് EVG ഇല്ല. അത് വെറുതെ പറയാം, അത് നിങ്ങളുടെ തോന്നലാണ്, സാറിന്റെ തോന്നലാണ്. എന്റെ പൊന്നു സാറേ, എന്ന ഒരു തെളിവ് തരാനായിട്ട് ശ്രമിക്കും. ഇന്ന് മുതൽ 6 മാസം പഴയ കാര്യം ഞാൻ എങ്ങനെ തെളിവുണ്ടാക്കിക്കൊണ്ടിരുന്നേ ഉണ്ടെന്ന് ലോക റെക്കോർഡല്ലേ. 1980 മുമ്പ് EVG ഇല്ല. ഞാനൊന്ന് തപ്പട്ടെ. എന്റെയും നിങ്ങളതിന് മുമ്പുള്ള കുറെ ഡോക്യുമെന്റ്സ് മാസികകൾ ഇരുപണ്ട്. മനോരമ ചെന്ന് അന്വേഷിച്ചാൽ പോലും, മനോരമയിലെ ഗുഡ് ന്യൂസിൽ അന്വേഷിച്ചാൽ പോലും കിട്ടുകയില്ല. ഞാൻ നോക്കട്ടെ, എന്റെ തന്നെ ഉണ്ടല്ലോ 80 മുമ്പുള്ള സംഭവങ്ങൾ. ഒരു വലിയ പ്രതിഫലം തരും. അന്ന് നമുക്ക് ഇതുപോലൊന്നും ചെയ്യണം. കിട്ടിയില്ല പിന്നെ ചെയ്യണ്ട. ഇത് ഉറപ്പിച്ചതാണ്. കിട്ടിയെങ്കിൽ ഞാൻ തോക്കുകയല്ലേ. പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, EVG എന്നുള്ള ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം, ആ അബ്രവേഷൻ ഉണ്ടാക്കിയത് ഈ ഫിലിപ്പോസ് പാസ്റ്റർ ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഇല്ല. ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹം അത് അവകാശപ്പെടുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് തെറ്റാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന 1 ലക്ഷം രൂപയുടെ പകുതി ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. ഓക്കെ, പോരെ? എന്തായാലും ആരെയും തപ്പി എടുത്തോണ്ട് വരും. ലോകത്തൊരുത്തും തപ്പില്ല, അല്ലേ ഉണ്ടാക്കണം. അല്ല, അതെങ്ങനെ ഉണ്ടാക്കി അതൊന്ന് പറഞ്ഞു. പണ്ടൊരു സിനിമയ്ക്കകത്തെ ഈ നമ്മൾ സിനിമ കാണുന്നവരല്ലെങ്കിലും ഇപ്പൊ എല്ലായിടത്തും TV ആയതുകൊണ്ട് അറിയാതെ ചിലപ്പോൾ ഇച്ചിരി കാണും. ഈ ജഗതി ഒരു പഴയ ആധാരം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ വല്ലതും ഉണ്ടാക്കിയെങ്കിലേ ഇനി നടക്കത്തുള്ളൂ. പഴയ ആധാരം ചതിലൊക്കെ പിടിപ്പിച്ചു കൊണ്ടുവന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയാലേ ഇനി കാണാനൊക്കെ ഉള്ളൂ. അതൊരു അഡ്വാൻസ് ആയിട്ട് ഒരു ജാമ്യം എടുക്കുകയാണ്. അല്ല, ജാമ്യമല്ല, ആ സാധനം പരീക്ഷണത്തിന് വിധേയമാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് 100% ഉറപ്പല്ലേ. അല്ല, എങ്ങനെ അങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ തോന്നി? തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇവാഞ്ചലിസ്റ്റ് എവൻഗലിസ്റ്റ് എന്നുള്ളതിന്റെ EVA വെക്കുന്നതിലും G വെക്കുന്നതെന്നുള്ളതെന്ന് എനിക്ക് തോന്നി.
അങ്ങനെ വെച്ചു. ഞാൻ ട്രാക്ടേൽ അങ്ങോട്ട് കൊടുത്തില്ലേ എൻ്റെ സാറെ. നമ്മൾ അടിച്ച ട്രാക്കും മറ്റുള്ളവൻ്റെ ട്രാക്ടേൽ നമ്മൾ സീൽ ചെയ്യുന്നത് EVG വെച്ചാ. EVG CV ഫിലിപ്പോസ് അഡ്രസ്സ് ഈ ആളുകൾക്ക് ഇൻഫർമേഷൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഈ കേരളത്തിലെ ഒട്ടുമുക്കാലും കോളേജിൻ്റെ മുമ്പിൽ ട്രാക്ട് വിതരണം ചെയ്തു. ആ ട്രാക്ട് പ്രത്യേകം നിങ്ങൾക്ക് ശാസ്ത്രജ്ഞനാകാം എന്നൊരു ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഭക്ഷ്യമേഖലയിൽ നിങ്ങൾക്ക് വിപ്ലവം സൃഷ്ടിക്കുക. എങ്ങനെ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന് യേശു ചെയ്തതിനകത്തൊരു തത്വമുണ്ട്. ചുമ്മാ ഒന്നും ഉണ്ടാകത്തില്ല, എന്തുണ്ടായാലും അതിൻ്റെ തത്വമുണ്ട്, ഒരു പ്രിൻസിപ്പിൾ. അത് യേശു വെളിപ്പെടുത്തിയില്ല, പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കുക, ശാസ്ത്രജ്ഞരാകും, ലോകത്തെ മുഴുവൻ സമ്പന്നമാകും. അടുത്തത് മെഡിക്കൽ ഫീൽഡ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. യേശു എന്തോരം സൗഖ്യമാക്കി, ശിഷ്യന്മാരെന്തോരം സൗഖ്യമാക്കി. അതിനകത്ത് തത്വമുണ്ട്. എന്താണ് അതിൻ്റെ തത്വം? സൈക്കോളജി ആണോ, മെറ്റീരിയൽ ആണോ, എനിക്കിതൊന്നും പറയാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ആ സൈക്കോളജി നിങ്ങൾ ആ സംഗതി തത്വം കണ്ടുപിടിക്കാൻ ലോകത്തെ മുഴുവൻ രോഗങ്ങളെയും സൗഖ്യമാക്കാം. അതാരാ ചെയ്യേണ്ടത്? വളർന്നു വരുന്ന ചെറുപ്പക്കാർ, കോളേജിൽ പഠിക്കുന്നവർ. പിന്നെ അടുത്ത ഒരെണ്ണം കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ. ഇന്ന് ഒത്തിരി കാശല്ലേ നമ്മൾ മുടക്കുന്നത്. അമേരിക്കയിൽ പോകണം എത്ര സമയം എടുക്കുന്നു? ഗസയിൽ നിന്ന് ഫിലിപ്പോസിന് നിമിഷ നേരം കൊണ്ടല്ലേ ഗസയിൽ എത്തിയത്. എങ്ങനെയോ കൊണ്ടുപോയി, നമുക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ ഇനി ആധുനിക യുഗങ്ങളിൽ അതുപോലുള്ള ടെക്നോളജി ഒക്കെ വരും. അല്ല, ഇപ്പൊ ഈ എലോൺ മസ്കിന്റെ പുതിയ പ്രൊജക്ട് ഉണ്ട്. എന്നാലും അത്രയും വരികയില്ല. എലോൺ മസ്ക് ഇനി 2 പ്രാവശ്യം കൂടെ ജനിക്കണം അസ്തോദിലേക്ക് ഫിലിപ്പോസിനെ എത്തിച്ച ടെക്നോളജി വരാൻ. പക്ഷെ അത് നമ്മുടെ പിള്ളേർക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എത്ര ലക്ഷം ട്രാക്ക് ചെയ്യാൻ കൊടുത്തെന്നറിയോ? ഇതൊന്നും ഞാൻ ചെയ്തൊന്നും ആളുകൾക്ക് അറിയത്തില്ല, അതിന് വിലയില്ലല്ലോ. ഞാനായതുകൊണ്ട് ആളുകൾക്ക് വലിയ ഒരു പുച്ഛം പോലെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അല്ല, അങ്ങനൊന്നും കരുതണ്ട. ഇപ്പം ആര് ചെയ്താലും ചെയ്ത കാര്യങ്ങളാണ്, വിലയില്ലെന്നൊന്നും പറയാം. അതല്ല EVG വെച്ചേക്കുന്നത്. കേരളത്തിലുള്ള ട്രെയിനുകളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ എല്ലാ ട്രെയിനുകളിലും ഇഷ്ടം പോലെ ട്രാക്ട് കൊടുത്തു. കുറേ പേര് വായിക്കില്ല. അതിനകത്ത് EVG സുവിശേഷം. അങ്ങനെയാണ് ഈ സാധനം പ്രചരിച്ചത്. ഇത് കണ്ട് ആളുകൾ എല്ലാവരും പിന്നെ EVG വെക്കാൻ തുടങ്ങി. അങ്ങനെയാ വെച്ചത്. എനിക്ക് 100% ഉറപ്പാണ് അങ്ങനെയാണ്. എന്നാൽ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരാൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ EVA ആക്കിയത് ഞാൻ ഓർക്കുന്നു. ഇവനെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവരത്രയും ക്രെഡിറ്റ് വേണ്ട. അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് സ്നേഹിതന്മാരാ. കൊള്ളാം. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. പിന്നെ തളർന്നിരിക്കുന്നവരെ താങ്ങുന്ന ദൈവം. ഈ പാട്ടിനെ കുറിച്ചുള്ള അടുത്ത ഒരു സ്റ്റെപ്പ് 25 വർഷം മുമ്പ് എഴുതിയാന്ന് പറഞ്ഞു. 25 വർഷം മുമ്പ് എഴുതിയ ഈ പാട്ട് ഏതെങ്കിലും ഒരു മ്യൂസിഷ്യൻ്റെ കൊടുത്താൽ അതൊന്ന് ശരിയാക്കി എടുത്തൂടെ? സാറേ, എനിക്കത് വലിയ ആഗ്രഹമായി. ഞാനായിട്ടൊരുത്തൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേരെ ഞാൻ നേരത്തെ ഒക്കെ സമീപിച്ചിട്ടുണ്ട്. ഇതിനല്ല വേറെ ഒത്തിരി പാട്ടുണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ ചുരുക്കം ചില ആളുകൾ എന്നോട് വളരെ സന്തോഷമായിട്ട് ഇനി. അപ്പോൾ എനിക്കൊരു സംശയം, എന്നെ സന്തോഷിപ്പിക്കാനും സൂചിപ്പിക്കാനും അവർ പറയുന്നത്, നിരാശപ്പെടുത്താതിരിക്കാൻ പറയുന്നതാണോ ഒരു ചിന്ത. അപ്പോൾ ഇതുവരെയ്ക്കും ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ജയത്തിന് ഏത് കുതിരയും എന്നുള്ള പാട്ട് അത് ആ പയ്യൻ ഇറക്കി. അപ്പോൾ പലരും പാടി, പല സ്ഥലങ്ങളിലും സഭകളിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കൊള്ളാം, നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ അതെനിക്കൊരു പ്രോത്സാഹനമായിരുന്നു. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ ജനസമക്ഷം ഒന്ന് കാണിക്കാമെന്ന്. ഇത് ചിലപ്പം കാണുന്ന ഒരാൾക്കെന്നാൽ ഇതൊന്ന് ഇറക്കിയാൽ നല്ലതാണെന്ന് തോന്നി അവരിറക്കിയാൽ നമുക്ക് സന്തോഷം. അല്ല, നമ്മൾ ഇറക്കിക്കോളാൻ പറഞ്ഞ് നമ്മളെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിപ്പം. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഫിലിപ്പോസ് ഉപദേശി വന്ന് നമ്മളോട് കിണർ കുത്തുന്ന കാര്യം പറഞ്ഞു. നമ്മുടെ ആ വീഡിയോ കണ്ട ഒരാൾ ഫിലിപ്പോസ് ഉപദേശിയെ ആ കാര്യത്തിന് വേണ്ടി സഹായിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ 25 വർഷം മുമ്പ് എഴുതിയ ഈ ഗാനം അതൊന്ന് സംഗീതം ചെയ്ത് അതിൻ്റെ ഓർക്കസ്ട്രയൊക്കെ ഉണ്ടാക്കി, അല്ലേ, നല്ലൊരു പാട്ടുകാരൻ പാടി ആരെങ്കിലും നന്നായിട്ട് അതൊന്ന് ഏറ്റെടുത്ത് പാടിയാൽ അദ്ദേഹത്തിന് സന്തോഷമാണ്. അത് അനേകർക്ക് ആശ്വാസകരമാകുന്ന ഒരു ഗാനമാണെന്നുള്ളതിന് സംശയമില്ല. ഞാനിപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ നല്ല അർത്ഥവത്തായ വരികൾ, വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതല്ല, വളരെ കൃത്യമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന മനോഹരമായ വരികൾ. ആ വരികൾക്ക് ആവശ്യമായ അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിവേ, സംഗീതം ചെയ്യുന്നവർക്കറിയാമല്ലോ, ആ ഫീൽഡിലുള്ളവർക്കറിയാമല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും ഈ ഗാനം ഒന്ന് റെക്കോർഡ് ചെയ്ത് ആലപിച്ച് റെക്കോർഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഈ യൂട്യൂബ് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഈസിയാണല്ലോ, നമുക്കത് ചെയ്യുവാൻ സാധിക്കും. ആർക്കെങ്കിലും അത് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആ നിലയിൽ ആ കാര്യം ഒന്ന് ചെയ്യണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. പാസ്റ്റർ CV ഫിലിപ്പോസിൻ്റെ ഇതുപോലെയുള്ള 150ഓളം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അങ്ങനെ ഒരു വലിയ ഗാനരചയിതാവെന്നുള്ള
ഒരു പിന്നെ പുള്ളി അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ആളൊന്നും അല്ല. പുള്ളിക്ക് ദൈവം കൊടുത്ത ഒരു കഴിവാതെ പുള്ളി എഴുതി ഇങ്ങനെ സൂക്ഷിച്ചേക്കുന്നു. അപ്പോൾ ഈ ഗാനം ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് ഏറ്റെടുക്കുക. അത് അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. ഇതാണ് CV ഫിലിപ്പോസ് പാസ്റ്റർക്ക് ഇപ്പോൾ നമ്മളോട് പറയാനുള്ളത്. മറ്റൊരു അവസരത്തിൽ വീണ്ടും നമ്മൾ CV ഫിലിപ്പോസ് പാസ്റ്ററുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ ഒത്തിരി ആശയങ്ങളുണ്ട്. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങളുണ്ട്. വിവിധ സ്ഥലങ്ങളിലൂടെ സൈക്കിളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് രാത്രികളിൽ ഒരാളും സഹായിക്കുവാനില്ലാതെ വനാന്തരങ്ങളിലൊക്കെ കിടന്നുറങ്ങി ജീവിതത്തിൻ്റെ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ട ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ധാരാളം സോളോ ട്രാവലേഴ്സിൻ്റെ വ്ളോഗുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അവരെയൊക്കെ വളരെ ആവേശത്തോടെയാണ് കേരള സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു സോളോ ട്രാവലറായി ദീർഘവർഷങ്ങൾക്ക് മുമ്പ് 25 വർഷം മുമ്പ് 3.5 വർഷം നീണ്ട ഒരു യാത്ര അദ്ദേഹം നടത്തി. സൈക്കിളിൽ അദ്ദേഹം ഇന്ത്യ മുഴുവൻ അയൽ രാജ്യങ്ങളിലുമൊക്കെ യാത്ര ചെയ്ത് അത്ഭുതകരമായ ആ യാത്ര പൂർത്തിയാക്കിയ കഥയെന്ന് പറയുന്നത് അസാധാരണമായൊരു കഥയാണ്. ആ കഥയ്ക്കകത്തു നിന്ന് നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയുവാനുണ്ട്. നമുക്ക് മറ്റൊരു അവസരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ആ അനുഭവങ്ങൾ കേൾക്കുവാൻ സാധിക്കും. ഇതുപോലെ ഏതെങ്കിലും സമയത്ത് അദ്ദേഹം നമ്മളെ തേടി വരും. നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുന്നതായിരിക്കും. ഏതായാലും ഈ ഗാനം നിങ്ങളുടെ മുൻപിലേക്ക് തരുന്നു. തളർന്നിരിക്കുന്നവരെ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള മനോഹരമായ ഗാനം ആർക്കെങ്കിലും ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുക. ഈ കാര്യങ്ങളിൽ അദ്ദേഹവുമായിട്ട് സഹകരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിൻ്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിൻ്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.